വ്യാജ ലൈസൻസ് ഉപയോഗിച്ച് ഇരുചക്ര വാഹനം ഓടിച്ചതിന് 17 വയസ്സുകാരന്റെ പേരിൽ ജുവനൈൽ ആക്ട് പ്രകാരം മോട്ടോർ വാഹന വകുപ്പ് കേസെടുത്തു. കഴിഞ്ഞ ദിവസം വെള്ളരിക്കുണ്ട് ടൗണിൽ കാസർഗോഡ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡും വെള്ളരിക്കുണ്ട് സബ് ആർടി ഓഫീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ വാഹന പരിശോധനയിലാണ് ലൈസൻസ് വ്യാജമാണെന്ന് കണ്ടെത്തിയത്. കാസർഗോഡ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡും വെള്ളരിക്കുണ്ട് സബ് ആർടി ഓഫീസ് ഉദ്യോഗസ്ഥരും വെള്ളരിക്കുണ്ട് ടൗണിൽ പരിശോധന നടത്തുന്നതിനിടയിലാണ് 17 വയസ്സുകാരൻ അതിവേഗത്തിൽ വാഹനമോടിച്ച് എത്തിയത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ലൈസൻസ് വ്യാജമായി നിർമ്മിച്ചതാണെന്ന് ബോധ്യമായതിനെ തുടർന്ന് സ്കൂൾ സർട്ടിഫിക്കറ്റ് പരിശോധിച്ചപ്പോൾ പ്രായപൂർത്തിയായിട്ടില്ലെന്നും കണ്ടെത്തി. വ്യാജ ലൈസൻസുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ പരിശോധന കർശനമാക്കുമെന്നും ഇത്തരം വ്യാജ ലൈസൻസിന്റെ ഉറവിടം കണ്ടെത്തി കർശന നടപടി സ്വീകരിക്കുമെന്നും ജോയിന്റ് ആർടിഒ CA സലിം പറഞ്ഞു. ഒരു മോട്ടോർ സൈക്കിൾ നിർത്തി പരിശോധിച്ച് രേഖകൾ ആവശ്യപ്പെട്ടപ്പോൾ മോട്ടോർ സൈക്കിളിന്റെ രേഖകളും ലൈസൻസും ഹാജരാക്കി. എന്നാൽ ലൈസൻസിന്റെ ജെനുവിൻനെസ് പരിശോധിച്ചപ്പോൾ ഈ ലൈസൻസ് വ്യാജമായിട്ട് നിർമ്മിച്ചതാണെന്ന് കണ്ടെത്തി. വയസ്സിൽ സംശയം തോന്നിയിട്ട് അദ്ദേഹത്തിന്റെ ഈ വാഹനം ഓടിച്ചു വന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടിയുടെ SLC ബുക്ക് പരിശോധിച്ചപ്പോൾ രേഖകളിൽ വ്യത്യാസം കണ്ടു. 17 വയസ്സ് മാത്രമുള്ള കുട്ടിയായിരുന്നു ഓടിച്ചു വന്നത്. തുടർ നടപടികൾക്ക് വേണ്ടിയിട്ട് വെള്ളരിക്കുണ്ട് പോലീസിന് ഈ കേസ് കൈമാറിയിട്ടുണ്ട്. ഇത്തരത്തിൽ കൂടുതൽ ലൈസൻസുകൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി ഇതിന് സോഴ്സ് കണ്ടെത്തേണ്ടതുണ്ട്. അത് കണ്ടെത്തി കർശന നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതായത് പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ വ്യാജ ലൈസൻസുകൾ കണ്ടെത്തുന്നതിനും അതുപോലെ തന്നെ മോട്ടോർ വാഹന നിയമ ലംഘനങ്ങൾ കണ്ടെത്തുന്നതിനും വേണ്ടി പരിശോധനകൾ കർശനമായി തന്നെ തുടരുന്നതാണ്. ആർടിഒ ജെ ജറാഡിന്റെ നേതൃത്വത്തിൽ നടന്ന വാഹന പരിശോധനയിൽ വെഹിക്കിൾ ഇൻസ്പെക്ടർ CA പ്രദീപ് കുമാർ, അസിസ്റ്റന്റ് വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ സജി ജോസഫ്, EP ഹാരിസ്, K ദിനേശൻ, ഡ്രൈവർ MP സുധീർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ.